ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം? എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാ. എന്റെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്ത് എല്ലാം അല്ല, ഇതും നമ്മളെ തലയ്ക്കാൻ പറ്റില്ലേ? ഇതും നമ്മളെ തലയ്ക്കാൻ പോയിച്ചില്ലേ? അതേടാ ഞാൻ ഏൽക്കാടാ, ഇതും ഞാൻ ഏൽക്കാറില്ല. വിശേഷം പറഞ്ഞാല് അതും തലക്കി. അത്രയും സാധനങ്ങൾ എന്റെ കയ്യിൽ. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ അവനെ നാട്ടിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ മോനെ ഇനി ലൈവ് ഒന്നും കൊണ്ടുവരല്ലേ? കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് കൊണ്ട് 4 ദിവസം ഇവിടെ പല ആൾക്കാർക്കും യൂട്യൂബ് തന്നെ തുറക്കാൻ പറ്റിയിട്ടില്ല. ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകവും കഴിഞ്ഞാൽ പിന്നെന്താ? അടുത്ത എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സാധനം ഒരിക്കലും അടുത്ത് വരുന്നത് നോക്കിക്കോ. അടുത്ത എന്താ നിങ്ങൾ ആലോചിക്കുക. ആ സാധനത്തിന് അടുത്ത് ഒരു നമ്മളതൊക്കെ ഇരുന്ന് ആലോചിക്കുക. നിങ്ങളും ഇരുന്ന് ആലോചിക്കുക. നമുക്ക് വേറെ പണിയൊന്നുമില്ല. അതൊക്കെ ഇരുന്ന് ആലോചിക്കുക. ഇനി ഇവൻ്റെ പേരിൽ എന്ത് കേസാവും വരിക? തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞൊക്കെ ആലോചിക്കുക. ഇരുന്ന് തന്നെ പണി. എല്ലാ പരിപാടികളും സ്ത്രീകളൊക്കെ വീട്ടിലെ എല്ലാ പരിപാടിയും നിർത്തി വെച്ച് ഇനി ഇത് ആലോചിക്കുക. ഇവൻ്റെ കാര്യം ഇരുന്ന് ആലോചിക്കുക. ഓടാ അവിടുന്ന്. അതായത് ഇല്ലേ, എനിക്ക് ഇഷ്ടം പോലെ ഗേൾസും ലേഡീസും മെസ്സേജ് അയക്കുന്നുണ്ട്. പറയാൻ പേടിയാവുന്ന വോയിസ് കേൾപ്പിക്കോ നിങ്ങൾ. ഒന്ന് ഇവനൊക്കെ മെസ്സേജ് അയക്കുന്നത്, പോലീസൊന്നുമില്ല. രണ്ടാമത് ഇവനെ വിശ്വസിച്ച് മെസ്സേജ് അയക്കും. ഞങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ട് വെക്കും. ഇവൻ ആരാ? പാരലൽ കേരള പോലീസോ അതോ കേന്ദ്ര ഇന്റലിജൻസ് സേനയോ? എല്ലാവരും ഓന് മെസ്സേജ് അയക്കി. ഓനെല്ലാവരും സേഫാക്കും. ഓനെല്ലാവരും സേഫാക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഒരു ഏട്ടായി എല്ലാവരുടെയും ഏട്ടായി തൊപ്പിയിൽ നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വരുന്നവൻ ചാള് ചെക്കൻ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളുടെ വീഡിയോൻ്റെ വിഷയം വീണ്ടും തൊപ്പി തന്നെയാണ്. തൊപ്പിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇവൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത്, ഇവൻ്റെ എതിർ ഗ്യാങ്ങിനെതിരെ ക്രിമിനൽ കേസ്, അതുപോലെ ഡിഫമേഷൻ, ഇതെല്ലാം ഇവൻ ഫയൽ ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളുമായിട്ടാണ് ഒരു വീഡിയോ കണ്ടു. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പണ്ട് മലയാള സിനിമയിൽ സലീമേട്ടനൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു മൂവി ഉണ്ട്, മമ്മൂക്ക, ലാല്, തൊമ്മനും മക്കളും സിനിമ. അതേമാതിരി ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കി വാണുകൊണ്ടിരിക്കുന്നത് തൊപ്പിയും മക്കളും ഒരുമിച്ചൊരു കുടക്കീഴിലിരുന്ന് എല്ലാ അറാമ്പറപ്പും കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ചളിവാരി എറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യുക, അതിലൂടെ കുറേ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുക, അതുപോലെ സമൂഹത്തിന് നന്മ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു തരം പരിപാടി ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് കണ്ട് സമയം കളയുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ല, നമ്മൾ ഈ കാര്യം ഞാൻ ഈ ഒരു വിഷയത്തിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഈ വിഷയം എത്തണം. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ ലഹരി വിരുദ്ധ സ്ക്വാഡും എല്ലാവരും ഇവരൊന്നും ഈ പരിപാടികളൊന്നും കാണുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഗതികളൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായ ആൾക്കാർ, നമ്മളൊക്കെ ഇത് ബന്ധമില്ലാത്ത ആൾക്കാരടക്കം ഇപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ, ഇൻ്റലിജൻസ്, നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം, നിയമ സംവിധാനം കാത്തു സൂക്ഷിക്കേണ്ട ആൾക്കാരൊന്നും എവിടെയാണ്? ഇതൊന്നും ഇവർ കണ്ടിട്ട് ഒരു സ്വമേധയാ ഇതിനൊരു കേസ് എടുത്ത് അന്വേഷിക്കണം ചെയ്യുന്നില്ലേ? വനിതാ കമ്മീഷൻ എവിടെയാണ്? സ്ത്രീകൾ അബ്യൂസ് ചെയ്യപ്പെട്ടു, പ്രായപൂർത്തിയാവാത്തവർ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ രതീഷ് ഉണരൂ, രതീഷ് എണീക്കൂ, രതീഷ് എന്ന് പറയേണ്ട സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ പാടും. നമ്മുടെ നാട്ടിലൊരു പൗരൻ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ചോദിക്കുകയാണ്, സാധാരണക്കാരൻ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ചോദിക്കുകയാണ്, ഇത് അനുവദിച്ച് കൊടുക്കാൻ പാടും? ഇതെന്തുകൊണ്ട് ഇവരൊന്നും ഇതിനെക്കുറിച്ച്? മാത്രമല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ന്യൂസ് കണ്ടിട്ടുള്ളത് ഇന്നിപ്പോൾ മനോരമ 15 മണിക്കൂർ മുന്നേ മനോരമ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, മനോരമ ന്യൂസിൻ്റെ ഓൺലൈനിലും അതിന് മുന്നേ ഇന്നലെ ജനം ടി വിയും, ഈ 2 ചാനലും. ജനം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായ ചാനലായിട്ടല്ല, ഞാൻ കാണാനാണ്. അവരവരുടെ ഐഡിയോളജിയിൽ വെക്കുന്നു, നമ്മുടെ താല്പര്യം നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണാത്ത ചാനലാണ്. പക്ഷേ ആ ഒരു ചാനലും ജനവും പിന്നെ ഇപ്പോൾ ഈ മനോരമയിലും അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നു. പെരുമ്പാവൂരിൽ അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, ഉണ്ണി മുകുന്ദൻ്റെ അതൊക്കെ ഒരുപാട് ന്യൂസ് വന്നല്ലോ. ഇതൊക്കെ വരുന്ന സമയത്തും ഇത്രയും ആ ഒരു റെലവൻ്റ് ആയിട്ട് ഈ ഒരു കോൺടെക്സ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ലിങ്കിങ് ഉള്ളൊരു കേസായിട്ടും എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ആക്ഷൻ എടുക്കാത്തത്? ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന 2-3 കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, തൊപ്പിയുടെ ആ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, എനിക്ക് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ പറയാണ്ട്. രണ്ടാമത്, ഇവന്മാർ ഇന്നലെ ഈ തൊപ്പിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന MRC മറ്റേ ടീമുണ്ടല്ലോ, ഇവർ തൊപ്പിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇവൻ സ്ത്രീകളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പെൺകുട്ടികളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കാരണം വളരെ മോശമായിട്ട്. ഞാൻ ഒരുപാട് സീനൊന്നും ഇതിൽ കാണിക്കുന്നില്ല, ചില പോർഷൻസ് കാണിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ സംസാരിക്കുന്നതിൽ തൊപ്പി
നാളെ കാണിച്ച് വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള കാര്യമാണെങ്കിലും ആ ഒരു വീഡിയോ എക്സ്പോസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അവൻ ഇന്ന് സംസാരിക്കുന്ന വീഡിയോയിൽ കുറച്ചെങ്കിലും മര്യാദയ്ക്കുള്ള ഭാഷ ഉപയോഗിക്കുന്നു. മറ്റവന്മാരുടെ മിക്ക പോർഷൻസ് നമുക്ക് വീഡിയോയിൽ എടുക്കാനേ പറ്റില്ല. പക്ഷേ ചില പോർഷൻ മാത്രം ഞാൻ എടുത്തിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. എസ്പെഷ്യലി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവരുടെ ഈ MRC ഷമീറും വേറെ ആ ചങ്ങായിമാരൊക്കെ ഉണ്ടല്ലോ, മമ്മും ഗിമ്മും ഒക്കെ പാടെ കൂടി വീഡിയോ ചെയ്യുന്ന സമയത്ത് പുറകുന്ന ഒരു പയ്യൻ, മീശ മുളയ്ക്കാത്തൊരു പയ്യനെ പോലെ തോന്നുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ചെറിയൊരു പയ്യൻ. ഇവൻ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പെൺകുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ആരെങ്കിലും ഇവൻ ഇതുപോലെ ചൂഷണം ചെയ്യും, ഇവൻ്റെ ഭാഷ അതല്ല, എൻ്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ ഇവൻ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കൂ. ഇപ്പോൾ ഓൾറെഡി എനിക്ക് 110ഓളം മെസ്സേജസ് എനിക്ക് വന്നു കഴിഞ്ഞു. എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കൂ. ഞാൻ നിങ്ങളുടെ വിവരങ്ങൾ സ്വകാര്യമാക്കി വെക്കാം, ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കാം. ഇവനെതിരെ വോയിസും ഐഡൻറ്റിറ്റി മാസ്ക് ചെയ്തിട്ട് ഇവനെതിരെ വോയിസ് മാത്രമേ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ട് വീഡിയോയിൽ പബ്ലിക്കായിട്ട് പെൺകുട്ടികളോട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. എന്ത് നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? പെൺകുട്ടികൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവനെ പോലെ എരപ്പാളി, ഇവനെ പോലെ തൊഴിലില്ലാതെ നടക്കുന്ന താൻ തോന്നി എരപ്പാളികളോടാണോ മെസ്സേജ് അയച്ച് പറയേണ്ടത്? ഇവനൊക്കെ ആരാണ് ഈ പെൺകുട്ടികളോട് വന്നിട്ട് ഈ വീഡിയോയിൽ വന്ന് ചോദിക്കാൻ, നിങ്ങൾ അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുള്ളത്? ഇവനാണോ പോലീസ്? ഇവനാണോ ചൈൽഡ്? ഇവനാണോ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നടക്കുന്നത്? എന്തിനാണ് ഇവന് മെസ്സേജ് അയക്കുന്നത്? ഇവൻ ചോദിക്കാനത് ആരാ? ഇവന്മാർ ഇതൊക്കെ കാണുന്ന സമയത്ത്, ഇവന്മാർ ഈ പരിപാടികളൊക്കെ കാണിക്കുന്ന സമയത്ത് പോലീസൊന്നും ഇത് കാണുന്നില്ലേ? ചോദിക്കണം. അവൻ പബ്ലിക്കായിട്ട് ഒരിക്കലും വന്നു. ഞാൻ ക്ലിപ്പ് കാണിച്ചു തരാം. പബ്ലിക്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. പബ്ലിക് ആണ് നമ്മൾ പുറത്ത് കവലയിൽ ഇറങ്ങിയിട്ട് അവിടെ കോഴിക്കോട് പിന്നെ മലപ്പുറത്തോ മറ്റേ എറണാകുളത്ത് അങ്ങാടിയിൽ വന്നിരുന്നിട്ട് കവല പ്രസംഗം നടത്തല്ല. ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ എല്ലാ പ്ലാറ്റ്ഫോമിലൂടെയും. അത് ഓൾ ഓവർ ദ വേൾഡ് മലയാളം മനസ്സിലാവുന്നവരും മുറി മനസ്സിലാവുന്നവരും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഡെയിലിക്ക് വരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള യൂട്യൂബിലൂടെ ഇവൻ വന്നിട്ട് പറയുകയാണ്, പെൺകുട്ടികളെ നിങ്ങളെ ഈ തൊപ്പി ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽസ് എനിക്ക് തരുമെന്ന്. ഇവരൊക്കെ എവിടുന്ന് ധൈര്യം വന്നു? ഇവരൊക്കെ എവിടുന്ന് കിട്ടി ഈ ധൈര്യം? ഇങ്ങനെ നമുക്ക് ഇതെന്താണെന്നറിയോ? നിയമത്തിനെയും ഒന്നിനെയും യാതൊരു വിലയില്ല. അവൻ ഈ പറഞ്ഞ സംഗതികൾ കംപ്ലീറ്റ്, ഞാൻ രണ്ടെണ്ണത്തിനെയും ഭാഗം, ഞാൻ ഈ ടീമിൻ്റെ ഭാഗം നിൽക്കുന്നില്ല. മാത്രമല്ല ഇതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഒരു വേർഷൻ ഇത്രയേ ഉള്ളൂ. ഐ എം ബ്ലെയിമിങ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എല്ലാ സ്ട്രീമേഴ്സിനും എല്ലാവരെയും ബ്ലെയിം ചെയ്യുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ പരിപാടികൾ ഇവരൊക്കെ എക്സ്പോസ് ചെയ്യണം. കാരണം ഇതിങ്ങനത്തെ പരിപാടികൾ പല ഗ്യാങ്ങുകളും നടക്കുന്നുണ്ടാവും. അടച്ചിട്ട റൂമുകളിൽ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് തെറിവിളിക്കുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തതിന് ശേഷം, അതായത് പബ്ലിക് കാണുന്ന സമയത്ത് സഭ്യമായിട്ട് സംസാരിക്കേണ്ട സമയത്ത് ഇവർ അസഭ്യ വർഷം നടത്തുന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അതിൽ തന്നെ അങ്ങേപ്പുറമായിരിക്കും ചെയ്യാന്നുള്ളത് ഊഹിക്കേണ്ട കാര്യം വേണം. അതാ ഞാൻ ചോദിച്ചു, ഇത്രയും കാലം നിയമ സംവിധാനമൊക്കെ എന്ത് പോരാട്ടടിക്കാൻ പോയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഡ്രഗ്സ്, ലൈംഗിക ചൂഷണം, പോക്സോ, തൊപ്പി ഫയൽസ്, തൂഫാനിൽ കുടുങ്ങുമോ, നിയമ നടപടി ആവശ്യപ്പെട്ട സോഷ്യൽ മീഡിയ എന്തെങ്കിലും ആവശ്യപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടൊന്നും പോലീസ് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല പോലീസ് ഇത് എടുക്കേണ്ടത്. ഒരാൾ പരാതി കിട്ടിയാലോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇത് പരാതി കിട്ടുന്ന അത്രയും എക്സ്ട്രീമായി. പിന്നെ തൊപ്പി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട്. തൊപ്പിയുടെ വീഡിയോ നമ്മുടെ പ്ലേ ചെയ്യാം. ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഹി ഹാസ് ഗോട്ട് ദി റെസ്പോൺസിബിലിറ്റി. കാരണം അവൻ്റെ ബ്രാൻഡ് നെയിമിലാണ് ഈ ടീം കംപ്ലീറ്റ് അറിയപ്പെട്ടിരുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക. സോ ദാറ്റ് ഇതുപോലത്തെ കോണ്ടന്റ്സ് നിങ്ങളിലേക്ക് എത്താൻ ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ എന്തായാലും നിങ്ങളിലേക്ക് എത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പിംഗ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് അളിയൻ ഉള്ളത്. ഇന്നലെ പരാതി കൊടുത്തു. വീരവാദം പോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടും കൊണ്ട് സംസാരിക്കാം. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. പരാതി കൊടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരു വണ്ടിയിൽ നിന്നിട്ട് ബാക്കി പറയാം. സമാനത്തിൽ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ഈ കണ്ട പരിപാടികൾ ഇവരെല്ലാവരും കൂടി കാണിച്ചു കൂട്ടിയിട്ട് മഹാൻ സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോകുന്നു മറ്റേ മഹാന്മാർക്കെതിരെ. ഇവനും കൂടി പിടിച്ചിരുത്താൻ വേണ്ടി പോലീസുകാർ. എന്നിട്ട് ചോദിക്കണം എന്താണ് ഇവിടെ പരിപാടി നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇന്ന് കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, നീയും അതിന് കാരണക്കാരനാണ്. അവർ മാത്രമല്ല, ഇതിൻ്റെ മൂല കാരണം നീ. ഇതെന്താണെന്നറിയോ? വേറൊരു വിഷയം, നമ്മുടെ നാട്ടിലെ ഈ സ്ട്രീമിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വിചാരം എന്താണെന്നറിയോ? പഠിത്തവും പരിപാടിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇവൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, തൊപ്പീൻ്റെ വീട്ടിൽ പണിക്കാരനായാൽ ഇവൻ്റെ കൂടെ, ഇവൻ്റെ ഗ്യാങ്ങിൽ മെമ്പറായി, ഇത് ഗ്യാങ്ങിലേക്ക് കയറിപ്പെടാൻ പറ്റുന്ന കുറേ എണ്ണങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓൺലൈനിൽ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയെങ്കിലും ഈ ഗ്യാങ്ങിൽ കയറിക്കൂടാൻ. പണ്ട് മറ്റേ സിനിമയിൽ മറ്റേ മമ്മൂക്ക ഗുണ്ടകളെ ഇതിൽ ചേരാൻ പോയ മാതിരി
ഈ ഗ്യാങ്ങിൽ കയറി കൂടാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ്. അത് പ്രായപൂർത്തി പോലും ആവാത്ത 8 പൊട്ടും തിരിയാത്ത കുട്ടികളെ. ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ വാങ്ങിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അത് തന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിങ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാണ്, ഇതെല്ലാം നെഗറ്റീവ് റീച്ചൊക്കെ നെഗറ്റീവ് റീച്ച്. ആരാ പറയണത്? വല്ലപ്പോഴും അവനാൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുക, ആരൊക്കെ എന്തൊക്കെ അപരാധം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. റീച്ചിന് വേണ്ടിയിട്ടും ദി സോ കോൾ ഡോളറിനും പോപ്പുലാരിറ്റിക്കും വേണ്ടിയിട്ട് എന്തൊക്കെ മുന്നേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് പോവാ, ഇതാണ് ഇവരെ മൈൻഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയത് ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പോ ഈ മറ്റേ അവന്മാരുടെ ഒരു വീഡിയോ കാണിച്ചു, ഇവന്റെ വീട്ടിൽ നിന്ന് ഇവർ അലമാറയിൽ നിന്ന് ഡ്രഗ്സ് എടുക്കുന്നത്. ആരുടെ പേരിലാണ് വീട്, ആരാണ് ഇതിൻ്റെ ഈ പരിപാടികൾ കംപ്ലീറ്റ്, ഇത് ബ്രാൻഡാണ്. ഈ തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിനടിയിൽ നടക്കുന്നു എന്ന് പറയപ്പെടുന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ വ്യക്തി അക്കൗണ്ടബിളാണ്, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, എവിടെ നിന്നാണ് ഇത് ഉണ്ടായതെന്ന് അറിയില്ല, കോൺഫിഡൻസിന് യാതൊരു കുറവുമില്ല. ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക്. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാന്ന് ഇവരെ. ഇത്രയും കോൺഫിഡൻസ് ഉള്ള ആള് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരേൽ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ ഇന്ന് നാളെ ഒരു മനുഷ്യ പറയാം വീട്ടിന്റെ താഴെ ഞാനെയും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയെന്ന്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് എന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരുടെ മുഖത്തൊക്കെ എനിക്ക് മടിയാന്ന്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിക്കണം, എന്നെ അടക്കം ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ അതല്ല, കറക്റ്റ് എങ്ങനെ അറിയോ, എല്ലാത്തിനെയും പിടിക്കണം, എന്നെ അടക്കം പിടിക്കണം, എല്ലാത്തിനെയും പൊക്കണം. അതിന് യാതൊരു സംശയവും, എല്ലാത്തിനെയും പൊക്കണം. അത് ഇവൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഇതൊക്കെ സ്വമേധയാ നമ്മളെ നാട്ടിലെ നിയമം നോക്കുകുത്തിയല്ല എന്ന് പൊതുജനങ്ങൾക്ക് തോന്നണമെങ്കിൽ ഇതൊക്കെ എന്നോ ഈ രാത്രി ലൈവിൽ പരിപാടികളിൽ ഇവർ പറയുന്ന കാര്യങ്ങളും സ്ത്രീകൾ അത്രയും മോശമാക്കി സംസാരിക്കുന്നതൊക്കെ എത്രയോ ഇൻഫ്ലുവൻസേഴ്സും പല ആൾക്കാരും കംപ്ലൈൻറ്റ് പോലെ അടക്കം സംസാരിച്ചിട്ടുണ്ട്. ഈ ബുള്ളി ചെയ്യുന്നത് ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ ഇവന്മാരെടുത്തിട്ട് ഫണ്ണ് എന്നുള്ള പേരിൽ എത്ര മോശം കമൻസാണ് പറയുന്നത്. സാധാരണ നടക്കുന്ന വ്ളോഗുകൾ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൻ്റെ കേസൊക്കെ കണ്ടില്ലേ, ഇതൊന്നും ഒരു കാലത്തും തിരിച്ചടിക്കില്ല എന്ന് വിചാരിച്ച അവന്മാർ കാലാകാലം വിലസാന്ന് വിചാരിച്ചിട്ടായിരുന്നോ? ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്തു വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല, ക്രിമിനൽ കേസുകൾ. ആ അലമാറയിൽ നിന്ന് ഒരു ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്? എടാ, അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. ഞാൻ ഡ്രഗ് അടിക്കുന്നുണ്ട് വിളിക്കണേ, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം.
ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുത്ത് കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയനാവും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണുവെന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ. എന്തെങ്കിലും പരാതി ഉണ്ടോ? ആർക്കെങ്കിലും പരാതി, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് കേസ് വന്നാ? എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയെന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുവാ മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? അല്ല, ഒരു കാര്യമുണ്ട്. അല്ല, ഒന്നല്ല, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ ഒരു പരിപാടി ഇവൻ ഇപ്പോൾ ഈ കേസ് കൊണ്ട് മറ്റവർക്ക് ഇനി എന്താണോ പറയാനുള്ളത് അത് ഇനിയിപ്പോൾ പുറത്തേക്ക് വരില്ല, എല്ലാം നിൽക്കുക. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ, ഇത് കണ്ട് സമയം കളയുന്ന ആൾക്കാർ കുറച്ച് രക്ഷപ്പെടും. കാരണം വെച്ചാൽ ഈ ഒരു കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോയി കിട്ടും. ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാ എന്റെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്ത് എല്ലാം അല്ല, ഇതും നമ്മളെ തലയ്ക്കാൻ പറ്റില്ലേ? ഇതും നമ്മളെ തലയ്ക്കാൻ പോയിച്ചില്ലേ? അതേടാ, ഞാൻ ഏൽക്കാടാ, ഇതും ഞാൻ ഏൽക്കാറില്ല. വിശേഷം പറഞ്ഞാൽ അതും അതിൻ്റെ തലയ്ക്ക് ഷോ. തെളിയിക്കാൻ കേരള പോലീസിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം, മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്നും പറഞ്ഞിട്ട് നിൽക്കാം, ഞാനത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് നിൽക്കാം. ഞാൻ പറയാ, എല്ലാം ഞാൻ തെളിയിക്കും, എല്ലാ എവിഡൻസും ഞാൻ പോലീസിന് കൈമാറും. അവന്മാരെ കയ്യിലുള്ള പോലീസിന് കൈമാറണം. ഫോറൻസിക്കില് ഇട്ട് ടെക്നിക്കലായിട്ടും എല്ലാണ്ടും മൊത്തത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തണം, പിടിക്കണം. ഓക്കെ, ഇതിന്റെ സത്യം പുറത്തു തരണം. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ അവന്റെ നാട്ടിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ മോനെ ഇനി ലൈവ് ഒന്നും കൊണ്ടുവരല്ലേ? കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് കൊണ്ട് 4 ദിവസം ഇവിടെ പല ആൾക്കാർക്കും യൂട്യൂബ് തന്നെ തുറക്കാൻ പറ്റിയിട്ടില്ല. എത്ര പേരെനിക്ക് മെസ്സേജ് അയച്ചറിയും. എന്തൊക്കെയാ മറ്റവന്മാർ ഇവൻ പറഞ്ഞത്, എന്തൊക്കെയാ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പറയും. അതൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരും. ആരെയും കൊന്നോ അല്ലെങ്കിൽ വേറെന്താ ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകവും കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ സാധനം ഒരിക്കലും അടുത്ത് വരുന്നത് നോക്കിക്കോ. അടുത്ത നിങ്ങൾ ആലോചിക്ക്, ആ സാധനത്തിന് അടുത്ത് ഒരു നമ്മളതൊക്കെ ഇരുന്ന് ആലോചിക്കുക. നിങ്ങളും ഇരുന്ന് ആലോചിക്കുക. നമുക്ക് വേറെ പണിയൊന്നുമില്ല, അതൊക്കെ ഇരുന്ന് ആലോചിക്കുക. ഇനി ഇവൻ്റെ പേരിൽ എന്ത് കേസാവും വരിക? തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞൊക്കെ ആലോചിക്കുക. ഇരുന്ന് തന്നെ പണി, എല്ലാ പരിപാടികളും. സ്ത്രീകളൊക്കെ വീട്ടിലെല്ലാ പരിപാടിയും നിർത്തി വെച്ച് ഇനി ഇരുന്ന് ആലോചിക്കുക. ഇവൻ്റെ കാര്യം ഇരുന്ന് ആലോചിക്കുക. ഓടാവിടുന്ന് വരും. ഓക്കെ, ഇത് പറഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയെന്ന്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഡീഫമേഷൻ കേസ് ഞാൻ എന്തായാലും ജയിക്കും. ക്രിമിനൽ കേസും ഞാൻ ജയിക്കും. ഡീഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 പൈസ 9 പൈസ ഞാൻ തൊടൂല. അർഹതപ്പെട്ടവർക്കോ അല്ല രോഗികൾക്കോ അനാഥാലയത്തിലോ ഞാൻ അത് കൊടുക്കും. ഓക്കെ, ബാക്കി ഇനി ഞാൻ ഒരു ലീഗൽ ഫൈറ്റിന് ഞാൻ ഇറങ്ങാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. അതിൻ്റെ ഇടയിൽ കൂടെ അതും വയ്യ. ഈ വക പരിപാടിയൊക്കെ ചെയ്തിട്ട് ആ കാശ് കൊണ്ട് ഞാൻ അവസ്ഥ അല്ല, എന്താ പറയുക. ഇനി മറ്റവന്മാരുടെ വീഡിയോയിൽ ചില കാര്യങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു മീശ മുളയ്ക്കാത്ത, ഒരു മീശ വടിച്ചു കളഞ്ഞാറില്ല, ഒരു ചള്ളു ചെക്കൻ, അവൻ്റെ കുറച്ച് ഡയലോഗുകൾ. അതായത് എനിക്ക് ഇഷ്ടം പോലെ ഗേൾസും ലേഡീസും മെസ്സേജ് അയക്കുന്നുണ്ട്, പറയാൻ പേടിയാവുന്ന വോയിസ് കേൾപ്പിക്കോ നിങ്ങള്. ഈ ആരടാ ഇവൻ? ആരാ? ഇവനൊക്കെ മെസ്സേജ് അയക്കുന്ന ഐറ്റങ്ങളെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇവനൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. 2 കാര്യം. ഒന്ന് ഇവനൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്, പോലീസിൽ നിന്നില്ല. രണ്ടാമത് ഇവനെ വിശ്വസിച്ച് മെസ്സേജ് അയക്കും, ഞങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ട് വെക്കും. ഇവൻ ആരാ? പാരലൽ കേരള പോലീസോ അതോ കേന്ദ്ര ഇന്റലിജൻസ് സേനയോ? ഇവന് മെസ്സേജ് അയച്ചു കൊടുക്കുക എല്ലാവരും. അതായത് എനിക്ക് ഇഷ്ടം പോലെ ഗേൾസും ലേഡീസും മെസ്സേജ് അയക്കുന്നുണ്ട്,
പറയാൻ പേടിയാവുന്ന വോയിസ് കേൾപ്പിക്കോ, നിങ്ങൾ ഫോട്ടോ കാണിക്കോ, ഒന്നും കാണിക്കൂല. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ. നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും കാണിക്കൂല. ഫുൾ ഇതിൽ നാളെ കുറച്ചും കൂടി ഇതായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് എല്ലാ രീതിയിലും നിങ്ങളെ സേഫ് ആക്കിയിട്ട് എല്ലാരും ഓന് മെസ്സേജ് അയക്കി, ഓനെല്ലാരും സേഫ് ആക്കും. ഓനെല്ലാരും സേഫ് ആക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഒരു തീട്ടായി ഏട്ടായി എല്ലാവരുടെയും ഏട്ടായി തൊപ്പിയിൽ നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വരുന്നവൻ, ചാള് ചെക്കൻ, എത്ര വയസ്സുണ്ടാവും ഓനൊക്കെ. ഇനി ഇങ്ങനെ ആരെങ്കിലും പെണ്ണുങ്ങൾ സംഭവിച്ചിട്ട് ഇവനെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ തൂങ്ങിച്ചത്തോളൂ. അതാണ് ഇതിലേറെ നല്ലത്. ഞാൻ പറയാൻ വയ്യ എനിക്ക്. ചെറിയ പെൺകുട്ടികളായിരിക്കുമ്പോഴൊക്കെ മക്കളെ പ്രായം ഉണ്ടായിരിക്കില്ല, എന്നാലും പറയണം. ഒരു ഇവന് മെസ്സേജ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ആരും കാണുന്നില്ലേ എന്ന് ആലോചിച്ച് നോക്കുക. ചൈൽഡ് ലൈന്, സ്ത്രീകളുടെ സെല്ല്, ഈ ആക്ടിവിസ്റ്റ്സ്, ഓൺലൈനിലുള്ളവർ, ഓഫ്ലൈനിലുള്ളവർ, ഇതൊന്നും ആരും കാണുന്നില്ല. പോലീസ് കാണുന്നില്ല, ആഭ്യന്തര വകുപ്പൊക്കെ എവിടെ ഇവരൊക്കെ കിടന്ന് ഉറങ്ങിയോ? നാട്ടിലില്ലേ? ഇനി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കംപ്ലീറ്റ് ഈ എപ്പിസോഡ് ഉണ്ടല്ലോ, ഇവിടെ ഈ സീരീസ് ഉണ്ടല്ലോ, ഈ നാറ്റക്കേസ് ഉണ്ടല്ലോ, ഈ കംപ്ലീറ്റ് നാറ്റക്കേസ് കണ്ടു വെച്ചിട്ട് ഏറ്റവും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഏറ്റവും ദേഷ്യം പിടിച്ചൊരു കേസ് ഇതാണ്. ഈ കണ്ട എരപ്പാളിത്തരം മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് മറ്റവനേക്കാൾ ചതിക്കപ്പെട്ട ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് പറയുന്ന അവൻ നെഞ്ചും വിരിച്ച് വരിക. എന്നിട്ട് അവൻ മൊബൈലിൽ പറയുക എനിക്ക് 110 ആൾ, ഇനി പറഞ്ഞ 50 ആൾ, എനിക്ക് 100 തികഞ്ഞാൽ ഞാൻ 50 ആളെ മറ്റേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് പോവുക. പോലീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ കാണണം കേട്ടോ. ഇതൊന്നല്ല, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചവർക്കെതിരാണെന്നുണ്ടെങ്കിൽ നീ കള്ള് തന്നു, കള്ളല്ല കല്ലും ഇതൊക്കെ പറയുന്നത് അവിടെ നടന്ന കാര്യങ്ങളാണ്. കുറച്ച് പോർഷൻ മാത്രം തന്നു, എല്ലാം തന്ന് ഇപ്പുറത്തുനിന്ന് ഏതോ ഒരു പണി ഇതേപോലത്തെ കുറെ പെമ്പിള്ളറ ഓനെ ഞങ്ങക്ക് അതിന്റെ ഇത് പറയാൻ പറ്റില്ല. ഞാൻ എന്തല്ലോ പറഞ്ഞു, എന്താ പറയാ, ഇവനൊക്കെ ലൈവിൽ കിടന്ന് കാണിച്ചിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ കഴിയില്ല, ഒരാളുടെ മുന്നിലും കാണിക്കാൻ കഴിയില്ല. ഞാൻ പറയാണ്, വീണ്ടും ഞാൻ പറയാം, കഴിഞ്ഞ ഇതിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിച്ചു. പക്ഷെ എന്നാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറയുകയാണ്, രക്ഷിതാക്കളെ മക്കളോട് പറഞ്ഞാൽ അനുസരിക്കില്ല. കുട്ടികൾ, എല്ലാ കുട്ടികളും ഞാൻ പറയണില്ല, ഒരുപാട് കുട്ടികളുണ്ട് അനുസരിക്കാത്തവരുണ്ട്. അവർക്ക് നമ്മൾ ഈ പറയണമൊക്കെ അമ്മാവന്മാരായിരിക്കും. നമ്മൾ ഈ പറയണൊക്കെ 80കളിൽ 90കളിൽ അപ്പൂപ്പൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, 80കളിലെ ഇതൊക്കെ അങ്ങനത്തെ സംഭവമായിരിക്കും. എനിക്ക് പാരൻസിനോട് റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഇത്രയും കാലം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അവരെ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ അവരുടെ കൂടെ നിൽക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. സംഭവം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഫ്യൂച്ചർ ജനറേഷനാണ്, അവർക്ക് ഒരുപാട് ജീവിതം ഉണ്ടെന്നുള്ളത്. കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അനിയന്മാരോ നിങ്ങളോ സ്വയം ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ വിറ്റിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളെ വിറ്റിട്ടാണ് അവന്മാർ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമല്ല, സോറി, ഐ എം റിയലി സോറി. നിങ്ങളുടെ സ്വപ്നങ്ങളെ വിറ്റിട്ടാണ് അവന്മാർ ഇതുപോലത്തെ അറാമ്പറപ്പ ഇരപ്പാളി മറ്റേ പരിപാടികൾ, ഡാഷ് പരിപാടികൾ കാണിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. പയപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊരു പെണ്ണ് എടാ ഞാൻ കണ്ടിരടാ, ഞാൻ കണ്ടിന് മുത്തേ, ഞാൻ കണ്ടിന്. അതായത് കളമശ്ശേരി വീട്ടിലേക്ക് ബ്രേക്ക് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ഒരു മാസം. ഞാൻ പറയട്ടെ, പറയുമ്പോ മൊത്തത്തിൽ പറയണോ, അല്ലാണ്ട് ഒന്ന് മാത്രം പറത്തി പിന്നെ നാളെ മറ്റേത് ഇതാക്കണമെന്ന് പറയണം. കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും, എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം, കാരണം പെണ്ണ് വരുന്നതാണ്, പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, നീ ഉള്ളിൽ തന്നെ ഇരിക്കണം, പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും, എല്ലാം തന്നെ ഇപ്പോൾ ക്യൂൻസേന് സെറ്റാക്കിയിട്ട് തന്നെ ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിച്ച സെറ്റാക്കല്, ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നുണ്ടല്ല, മൊത്തം പെമ്പിളറും കഞ്ചാവും കള്ളും MDMA. എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ, ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർന്ന് പറയും, ഇതിന് പ്രൂഫില്ല. പ്രൂഫ് ഇടാ. ബന്ധപ്പെട്ട അധികാരികൾ കേൾക്കുക, വേറെ ഒന്നും പറയാനില്ല. മാതാപിതാക്കളും കേട്ടോളാം. നിങ്ങൾക്ക് വീട്ടിലെ പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവം സത്യമാണ് ഈ പറയുന്നതുണ്ടെങ്കിൽ, ഇനി മറ്റവൻ്റെ കിളി, ഈ ആ നീല ഷർട്ട് ഇട്ടിരിക്കുന്ന 3-4 അത് ഉണ്ടല്ലോ,
ഷമീർ അവൻ്റെ കിളി പോയ ഇരുത്താണ് ഇരുന്നിട്ടുള്ളത്. അടുത്ത വീഡിയോ ഇപ്പോൾ മുതലൊരു 18 വയസ്സിന് താഴെ ഉള്ളൊരു 2 പെൺപിള്ളേർ മുഖം കാണിക്കാൻ തയ്യാറല്ല, പക്ഷേ പറ്റുന്ന ഇത് ചെയ്യാം. അവരെ ഇത് വെളിപ്പെടുത്താണ്ടെന്ന് കഴിഞ്ഞാൽ അവരെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കയ്യിലുണ്ട്. പക്ഷേ ഏത് പെൺകുട്ടികളാണ് മെസ്സേജ് അയച്ചത്? എന്താ അവർക്ക് പോലീസ് പോയിക്കൂടെ? ഞാൻ ഈ പറഞ്ഞ തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ 18-ന് മുകളിലുള്ള ഒരു 4 പെൺപിള്ളേരെ അബോർഷൻ്റെ അടക്കം ഡീറ്റെയിൽസും റെക്കോർഡടക്കം കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കാണിക്കാനോ ഇതാക്കാനോ ഒന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ വിചാരം ഇത്രയും കാലമായിട്ട് എനിക്കറിയില്ല ഇനി അങ്ങനെയാണോ നടക്കുന്നത്. എൻ്റെ താല്പര്യത്തിനനുസരിച്ചാണോ നിയമം വരും പോലീസൊക്കെ ഇവിടെ നടക്കുന്നത്? എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അബോർഷനായി എന്നുള്ളതും 18 വയസ്സിന് മുകളിലുള്ള അബോർഷനായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ്. ഡ്രഗ്സിൻ്റെ കാര്യമൊക്കെ ഇത്ര നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി വന്നിരുന്നിട്ട് ഇത് ഒരു നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ പറഞ്ഞാൽ നമ്മൾ നാട് എങ്ങടെ പോണത്? അന്യ സംസ്ഥാന തൊഴിലാളികളെ അവരെയും പിടിക്കുക, അല്ലെങ്കിൽ അതാണോ നമ്മുടെ നാട്ടിലുള്ള? ഇനിയിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറഞ്ഞുതരാം. ഏതെങ്കിലും ഓൺലൈൻ മീഡിയ, ഞാൻ പേര് പറയുന്നില്ല, ഈ ഇവന്മാരുടെയൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇപ്പോൾ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ട്. ഇവന്മാരെയൊക്കെ വിളിച്ചിട്ടൊരു ഇൻ്റർവ്യൂവിന് കൊണ്ടിരുത്തും. എന്നിട്ട് കുറേ പെണ്ണുങ്ങളൊക്കെ വന്നിരുന്നിട്ട് കുഴഞ്ഞാടിയിട്ട് ഇവന്മാരൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കും. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റീച്ചും കിട്ടും. അവരങ്ങോട്ട് കൊമ്പത്ത് കയറ്റിയിരുത്താം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കാൻ പൈസ ഇല്ലാതെ ജോലിക്ക് പോയി പഠിക്കുന്ന ആൾക്കാരും പഠിച്ച് പാസ്സായി ഒരു ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടി നടക്കുന്ന ആൾക്കാരും അത്രയധികം വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ള നാട്ടിൽ ഇവന്മാരെ പിടിച്ച് കൊണ്ടുപോയിട്ട് കാശും കൊടുത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് ഗ്ലോറിഫൈ ചെയ്ത് ഇറക്കി പറ്റിയ പ്ലാറ്റ്ഫോം ഉണ്ട് ഫേസ്ബുക്ക്. അതിൽ കുറഞ്ഞ് ഇറക്കി കഴിഞ്ഞാൽ അതിന് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടുകയും ചെയ്യും. അതിലൂടെ വളരെ നല്ലോണം റീച്ചും കിട്ടും. ഇത് നല്ലൊരു ടിപ്പാണ്. ഓൺലൈൻ മീഡിയ ഈ ഒരു പരിപാടി കൊടുത്ത് നോക്കുക. വേറെ ഒന്നും പറയാനില്ല. ആകെ കോളാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. നിപ, ഷിഗല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വിലക്കയറ്റം, യുദ്ധം, എല്ലാ പരിപാടി ഉണ്ടെങ്കിലും വർഗീയത, ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ സംഭവമുണ്ട്, എല്ലാ സംഗതികളുണ്ട്. ഇനി മഴക്കാലമോ പ്രളയമോ എന്തൊക്കെയാണ് വരുന്നറിയില്ല. എന്നാൽ ഒരു 2 മിനിറ്റ് ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല, ഐ എം ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ്. പക്ഷേ നിങ്ങളുടെ ഒന്നും അവസ്ഥ അതല്ല. ഇത് കണ്ട് അവരാധം കണ്ട് സമയം കളയാണെങ്കിൽ തർക്കടില്ല വെറുതെ. പക്ഷെ അതിൽ നിന്ന് ഒരു കുട്ടികളുടെ കേസിൽ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, കുട്ടികളുടെ കേസിൽ നമുക്ക് യാതൊരുവിധ അതിലൊരു വേറൊരു വിട്ടുവീഴ്ച ഇല്ല. അതിലൊരു വിട്ടുവീഴ്ച ഇല്ല. കുട്ടികളുടെ കേസിൽ അങ്ങനെയാണ് ഓരോരുത്തരും നമ്മളുടെ മക്കളെ കാറ്റുനീറ്റ് വളർത്തുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.